ഹലോ നമസ്കാരം. ഹോലാവേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. QS റാങ്കിങ് സിസ്റ്റത്തിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. എന്താണ് QS റാങ്കിങ് സിസ്റ്റം? QSൻ്റെ ഡെഫിനിഷൻ പറയുന്നതിനേക്കാളും എന്താണ് ഇതിൻ്റെ പ്രസക്തി എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. നമുക്കൊരു യൂണിവേഴ്സിറ്റി നല്ലതാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ ഏറ്റവും നല്ല മെട്രിക്കായിട്ട് ഹോലാവേൾഡ് കാണുന്നതും ലോകത്തുള്ള ഏറ്റവും അക്കാഡമിക്കലി മുന്നിൽ നിൽക്കുന്ന ആൾക്കാരെല്ലാവരും തിരഞ്ഞെടുക്കുന്ന റാങ്കിങ് സിസ്റ്റം QS ആണ്. നമുക്ക് ഏതൊക്കെ റാങ്കിങ് സിസ്റ്റം ഉണ്ടെന്ന് നോക്കാം. നമുക്ക് THE റാങ്കിങ് സിസ്റ്റം ഉണ്ട്, ഷാങ്ഹായുടെ റാങ്കിങ് സിസ്റ്റം ഉണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും എങ്ങനെയാണ് QS ബിഗിൻ ചെയ്തത്, എന്താണ് QSൻ്റെ പ്രസക്തി? QS 1990 ലോകത്ത് ഇൻട്രൊഡ്യൂസ് ആയ ഒരു റാങ്കിങ് സിസ്റ്റം ഫോർ യൂണിവേഴ്സിറ്റീസ്. ഇത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് വേണ്ടി തന്നെ ബിൽഡ് ചെയ്ത ഒരു സംവിധാനമാണിത്. അപ്പോൾ UK ആയിരുന്നു ഏറ്റവും കൂടുതൽ ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷൻ, അതായത് ബോർഡർ കടന്നെത്തിയ ആൾക്കാർ, ജീനിയസുകൾ പഠിക്കാൻ തുടങ്ങുന്നത് UK ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജ്, ഇതിനൊക്കെ വേണ്ടിയാണ്. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ UK ഒരുപാട് യൂണിവേഴ്സിറ്റികൾ വളർന്നു തുടങ്ങി. അപ്പോൾ വിദേശത്ത് നിന്നുള്ള സ്കോളേഴ്സിന് ഏത് യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുക്കണമെന്ന് അറിയാനായിട്ട് ഒരു റാങ്കിങ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാക്കി QS എന്ന് പറയുന്ന സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒപ്പം തന്നെ THE എന്ന് പറഞ്ഞ റാങ്കിങ് സിസ്റ്റവും ടൈംസുകാരുടെ വന്നിട്ടുണ്ട്, ഇതും വന്നിട്ടുണ്ട്. ഇത് രണ്ടും കട്ടയ്ക്ക് നിൽക്കുകയാണെങ്കിൽ ഇത് തമ്മിലുള്ള ലോജിക്കിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അത് ആ സൈറ്റേഷൻസിൻ്റെ കൗണ്ട് എടുക്കുന്ന കാര്യത്തിലുമൊക്കെ ഉള്ള ഒരു വ്യത്യാസമാണ്. QS കുറച്ചുകൂടെ ഫെയർ ആണ്. ഞാൻ അതിൻ്റെയൊക്കെ ഡീപ്പായിട്ട് പോകുന്നില്ല. എന്നാലും വേൾഡിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ തിരഞ്ഞെടുക്കുന്നത് QS റാങ്കിങ് സിസ്റ്റമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത്, എന്താണ് ഇതിൻ്റെ പ്രസക്തി, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്നുകൂടി മനസ്സിലാക്കുന്ന വഴി നിങ്ങൾക്ക് ഈ റാങ്കിങ് സിസ്റ്റത്തിലേക്ക് കൂടുതൽ വിശ്വാസം ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ലെറ്റ്സ് ലുക്ക് ഇൻടു വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഡ്രൈവിംഗ് QS റാങ്കിങ് സിസ്റ്റം. എല്ലാ വർഷവും ജൂണിലാണ് ഈ QS റാങ്കിങ് സിസ്റ്റം വരുന്നത്. അപ്പോൾ ജൂണിലെ പുതിയ സിസ്റ്റം വന്നു. 2027 റാങ്കിങ് അവൈലബിൾ ആണ്. ഈ റാങ്കിങ് ലിസ്റ്റ് ആവശ്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഇത് പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ റാങ്കിങ് സിസ്റ്റം നിങ്ങൾ ടോപ്പ് യൂണിവേഴ്സിറ്റീസ് എന്ന് പറഞ്ഞൊരു സൈറ്റിലേക്കാണ് നിങ്ങളെ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകുക. അവിടെ ചെല്ലുമ്പോൾ ഫിൽറ്റേഴ്സ് ഇട്ടിട്ട് ഓരോ കൺട്രി വൈസ് നിങ്ങൾക്ക് നോക്കാം. അല്ലാതെ ലോകത്തിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റീസ് 1 മുതൽ 1000+ റാങ്കിൽ അത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ MIT ആണ് 1ാം സ്ഥാനത്ത് മിക്കവാറും നിൽക്കാറുള്ളത്, US അപ്പോൾ അതിൽ നമ്മുടെ ഓസ്ട്രേലിയയിലെ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, നെതർലൻഡ്സിലെ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, US യൂണിവേഴ്സിറ്റീസ്, കാനഡ, UK, എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഏറ്റവും മിടുക്കരായ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. നമ്മുടെ IIT, IIM, VIT ഫ്രം 600 റാങ്കിലൊക്കെ ആ യൂണിവേഴ്സിറ്റികളൊക്കെ ഇതിനകത്ത് ലിസ്റ്റഡ് ആണ്. അപ്പോൾ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു ലിസ്റ്റാണ്. നമുക്കിതിലേക്ക് ആഴത്തിൽ ചെല്ലാം. എന്തൊക്കെയാണ് ഇതിൻ്റെ ഫാക്ടേഴ്സ്? ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ തരുന്നതിൻ്റെ പോയിന്റ് സിസ്റ്റത്തിലേക്ക് അക്കാഡമിക് റെപ്യൂട്ടേഷനാണ്. അക്കാഡമിക് റെപ്യൂട്ടേഷന് 30% വെയിറ്റേജ് ആണ്. ടോട്ടൽ 100%-ൽ 30%ഉം അക്കാഡമിക് റെപ്യൂട്ടേഷനാണ്. ഇതെങ്ങനെയാണ് നോക്കുന്നതെന്ന് വെച്ചാൽ ലോകത്തുള്ള സ്കോളേഴ്സ്, നോബൽ ലോറേറ്റ്സ്, വലിയ അക്കാഡമീഷ്യൻസ്, ഇവരൊക്കെ ഓരോ യൂണിവേഴ്സിറ്റിയുടെ നിലവാരത്തിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്ത് അവർ കൊടുക്കുന്ന ഒരു സ്കോറും അവർ കൊടുക്കുന്ന ഫീഡ്ബാക്കും ബേസ് ചെയ്തിട്ടാണ് അക്കാഡമിക് റെപ്യൂട്ടേഷൻ നിർണ്ണയിക്കുന്നത്. അതിന് 30% ആണ് സ്കോർ. അടുത്തതായിട്ട് സൈറ്റേഷൻസ് പെർ ഫാക്കൽറ്റി. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ അക്കാഡമീഷ്യനും അല്ലെങ്കിൽ ഓരോ ഫാക്കൽറ്റിയും അവർ ഇൻ്റർനാഷണൽ പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്യും. അവരുടെ റിസർച്ച് വർക്കിനെ പബ്ലിഷ് ചെയ്യും ജേർണൽസിലൊക്കെ ആയിട്ടും, അല്ലെങ്കിൽ പേപ്പർ പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ അതിനകത്ത് അവരുടെ കണ്ടുപിടുത്തങ്ങളെപ്പറ്റി ആധികാരികമായി പഠിച്ചെഴുതുന്ന ഡോക്യുമെൻ്റാണിത്. അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ട് ഇവരുടെ പഠന റിസർച്ചിനെ വേറെ ലോകത്തുള്ള എത്ര അക്കാഡമീഷ്യൻസ് സൈറ്റ് ചെയ്തിട്ടുണ്ട്, അവരുടെ പഠനത്തിൽ, അവരുടെ കണ്ടുപിടുത്തത്തിൽ ഇവരെ റെഫർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ കൗണ്ടാണ് നമ്മൾ ഈ സൈറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അസൈൻമെൻറ്റ്സ് എഴുതുമ്പോഴും ഒക്കെ വിദേശത്തെല്ലാം നമ്മൾ പഠിക്കുമ്പോൾ അസൈൻമെൻറ്റ്സ് എഴുതുമ്പോഴൊക്കെ നമ്മൾ സൈറ്റ് ചെയ്യേണ്ടതുണ്ട്. ഏത് ഓത്തറിൻ്റെ കണ്ടുപിടുത്തത്തിനെയാണ്, ആളുടെ എന്ത് ബേസിസിലാണ് നമ്മളിത് എഴുതുന്നത്. ഇപ്പം നമ്മൾ ഈ വീഡിയോ തയ്യാറാക്കുമ്പോഴാണെങ്കിലും ഇതിനെപ്പറ്റി ശാസ്ത്രീയമായ ഏത് സോഴ്സിൽ നിന്നാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടായിരിക്കും എഴുതുന്നത്. റെഫറൻസിൽ കാണിക്കാറുണ്ട്, ഇത് ഇന്ന സോഴ്സിൽ നിന്ന് കിട്ടിയതാണ് എന്ന് പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ആയിരിക്കണം. നമുക്കിപ്പോൾ നമ്മുടെ വാട്സാപ്പിൽ വരുന്ന വാർത്തകൾ ശരിയാണോ നമുക്ക് അറിയാൻ പറ്റില്ല, അല്ലേ? അത് ഫോർവേഡുകളാണ്. അതിൻ്റെ സോഴ്സ് എന്താണെന്ന് കൃത്യമായി പലപ്പോഴും പറയാതെ ഏതോ ഒരു അങ്കിളോ ആൻറ്റിയോ അവരുടെ ജീവിതാനുഭവം വെറുതെ എഴുതി പടച്ചു വിടുന്നത് ആയിരങ്ങളിലേക്ക് ഷെയറായി പോകുന്നത് ഇറ്റ്സ് നോട്ട് സയൻറ്റിഫിക്, അല്ലേ? അതിനൊരു ശാസ്ത്രീയമായ അടിസ്ഥാനമില്ല എന്ന് നമ്മൾ പറഞ്ഞ് കളിയാക്കുന്നത് അതുകൊണ്ടാണ്. എന്ന് പറഞ്ഞ പോലെ ഇവിടെ
ഈ ഫാക്കൽറ്റികൾ എഴുതിയ, ഈ അക്കാഡമിഷ്യൻസ് എഴുതിയ ആർട്ടിക്കിളുകൾ, അവരുടെ റിസർച്ച് വർക്കുകൾ ലോകത്തുള്ള ബാക്കിയുള്ള ശാസ്ത്രജ്ഞന്മാർ, അക്കാഡമിഷ്യൻസ് എത്ര സൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ 4-5 വർഷത്തിനകത്ത് ഇവരുടെ ആർട്ടിക്കിൾസ് എത്ര പേര് സൈറ്റ് ചെയ്തു എന്നുള്ള കൗണ്ടും അത് പെർ ഫാക്കൽറ്റി, അതായത് ഇപ്പം 500 പേര് ഫാക്കൽറ്റി ആയിട്ടുള്ള ഒരു സ്ഥാപനവും 100 പേര് ഫാക്കൽറ്റി ആയിട്ടുള്ള ഒരു സ്ഥാപനവും ഇവരുടെ റെഫറൻസുകൾ കഴിഞ്ഞ 5 വർഷമായിട്ട് ആൾക്കാർ ലോകത്ത് രണ്ടിടത്തും 1000 പേര് റെഫർ ചെയ്യുന്നതെന്ന് വെച്ചു എങ്കിൽ ഈ 100 പേര് 1000 റെഫറൻസ് സൈറ്റേഷൻസ് നടത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ 100 പേരുടെ തന്നെ ആയിരിക്കും ഹയർ സ്കോർ. എന്ന് വെച്ചാൽ ആവറേജ് ആണ് നോക്കുന്നത്, സൈറ്റേഷൻസ് പെർ ഫാക്കൽറ്റി. അതിൻ്റെ വെയിറ്റേജ് 20% ഉണ്ട്. ഇപ്പോൾ 30+20 50% കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള 50% ആരൊക്കെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അടുത്തത് എംപ്ലോയർ റെപ്യൂട്ടേഷൻ. എംപ്ലോയർ റെപ്യൂട്ടേഷന് 15% വെയിറ്റേജ് ആണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഗ്രാജുവേറ്റ്സിനെയൊക്കെ ജോലിക്ക് എടുക്കുന്ന വലിയ വലിയ കമ്പനികൾ, ഇപ്പോൾ ബിഗ് 4 കമ്പനീസ്, KPMG, ഡിലോയിറ്റ്, മൈക്രോസോഫ്റ്റ്, ഇങ്ങനെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് പഠിച്ചിറങ്ങുന്നവരെ ഹയർ ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഓരോ ഗ്രാജുവേറ്റ്സിൻ്റെയും അവരെത്ര എംപ്ലോയബിൾ ആണ്, എത്ര നല്ലതാണ് എന്നുള്ള അവരുടെ ഒരു റേറ്റിംഗ് ഔട്ട്കം ഒരു സർവേ പോലെ കളക്ട് ചെയ്തിട്ട് അതിന് 15% വെയിറ്റേജ് കൊടുക്കുന്നുണ്ട്. അടുത്തത് ഫാക്കൽറ്റി ടു സ്റ്റുഡൻറ്റ് റേഷ്യോ. അപ്പം ഒരു സ്ഥാപനത്തിലെ സ്റ്റുഡൻറ്റും ടീച്ചേഴ്സിൻ്റെയും കൂടെ അനുപാതം എത്രയാണ്, അതിൻ്റെ ഒരു മെഷർ വെച്ചിട്ടാണ് 10%. അപ്പോൾ മോർ നമ്പർ ഓഫ് ഫാക്കൽറ്റീസ് ബെറ്റർ വിൽ ബി ദ സ്കോർ. ഈ 10% ഫാക്കൽറ്റി ടു സ്റ്റുഡൻറ്റ് റേഷ്യോയിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അടുത്തത് ഇൻ്റർനാഷണൽ ഫാക്കൽറ്റി റേഷ്യോ. അപ്പോൾ അവിടെ പഠിപ്പിക്കാനുള്ള സ്ഥാപനത്തിലെ ലോക്കലായിട്ടുള്ളവരും ഇൻ്റർനാഷണലി ഉള്ളവരുടെയും കൂടെ കൗണ്ടിൻ്റെ ബാലൻസ് വെച്ചിട്ടാണ് 5% വെയിറ്റേജ് കൊടുക്കുന്നത്. ഇനി പറയാൻ പോകുന്ന എല്ലാത്തിനും 5% വെയിറ്റേജിലാണ്. അടുത്തത് ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് റേഷ്യോ. ഇത് ഡൈവേഴ്സ് ആയിട്ടുള്ള സ്റ്റുഡൻറ്റ് പോപ്പുലേഷൻ ഉണ്ടോ എന്നുള്ളതാണ്. അപ്പം ഏഷ്യയിൽ നിന്നും, ഇന്ത്യയിൽ നിന്നും, ആഫ്രിക്കയിൽ നിന്നും, യൂറോപ്പിൽ നിന്നും, US നിന്നും ഒക്കെ പിള്ളേർ മിക്സ് ഓഫ് കോമ്പിനേഷൻ, അതിനാണ് 5% വെയിറ്റേജ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇൻ്റർനാഷണൽ റിസർച്ച് നെറ്റ്വർക്ക്. അപ്പോൾ ഇവിടുത്തെ യൂണിവേഴ്സിറ്റികൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഓസ്ട്രേലിയയിലെ യൂണിവേഴ്സിറ്റീസാണ് ജപ്പാൻ, കൊറിയ, US, യൂറോപ്പ്, ഇങ്ങനെ വേറെ രാജ്യങ്ങളിലുള്ള യൂണിവേഴ്സിറ്റികളുമായിട്ടുള്ള കൊളാബറേഷൻ്റെ എഫേർട്സ്, സിംപോസിയംസ്, അതിനെല്ലാം നമ്മൾ രേഖകൾ സമർപ്പിച്ച് കഴിയുമ്പോൾ അതിന് കിട്ടുന്ന 5% വെയിറ്റേജ് അങ്ങനെ. പിന്നെ എംപ്ലോയ്മെൻറ്റ് ഔട്ട്കം ആണ്, അത് 5% ആണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീസെൻറ്റ് ഗ്രാജുവേറ്റ്സിൻ്റെ എംപ്ലോയബിലിറ്റി, അവർക്ക് ജോലി കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കിയിട്ടാണ് ഈ 5% വെയിറ്റേജ് കൊടുത്തിരിക്കുന്നത്. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ഇത് ഗ്രോയിങ് സിഗ്നിഫിക്കൻസ് ഉള്ള ഒരു കാര്യമാണ് സസ്റ്റൈനബിലിറ്റി. സസ്റ്റൈനബിലിറ്റിയിലേക്കുള്ള ഫോക്കസ്, അതായത് ലോകത്ത് റിസോഴ്സസ് നന്നായിട്ട് യൂസ് ചെയ്യുകയും വേസ്റ്റേജ് കുറയ്ക്കുകയും അങ്ങനെയുള്ള രീതിയിലുള്ള പഠനങ്ങളും അത് യൂണിവേഴ്സിറ്റിയിൽ പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് 5% വെയിറ്റേജ്. ഇങ്ങനെ മൊത്തത്തിലാണ് QS റാങ്കിങ്ങിൻ്റെ വെയിറ്റേജ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതൊരു ഫ്യൂച്ചർ ഫോക്കസ്ഡ് ആയിട്ട് സസ്റ്റൈനബിലിറ്റിയും ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് കൊണ്ട് ഓസ്ട്രേലിയ പല യൂണിവേഴ്സിറ്റീസും സസ്റ്റൈനബിലിറ്റി റാങ്കിൽ മുന്നിലാണ്. അപ്പം ഫ്യൂച്ചറിൽ സസ്റ്റൈനബിലിറ്റിയുടെ സ്കോറൊക്കെ കൂടി വരാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇതുകൊണ്ടാണ് ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റീസൊക്കെ പലപ്പോഴും മുന്നിൽ നിൽക്കുന്നത്. ഇന്ത്യയിലെ സ്റ്റുഡൻസിൻ്റെ ക്വാളിറ്റി ചിലപ്പോൾ പലപ്പോഴും അത്രയും കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള ടാലൻസ് ആയിരിക്കുമല്ലോ ഓസ്ട്രേലിയ പഠിക്കുന്നത്. എന്നാലും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നോക്കിയിട്ടാണ് നമ്മുടെ ഒരു അക്കാഡമിക് റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ ആ QS റാങ്കിങ് ബിൽഡ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ടാണ് IIT IIMനേക്കാളും ബെറ്റർ റാങ്കിങ് ഓസ്ട്രേലിയയിലെയും US പല യൂണിവേഴ്സിറ്റീസിലും വരുന്നത്. ഇപ്പോൾ MIT ആണ് ലോകത്തിലെ ഏറ്റവും നമ്പർ 1 റാങ്കിങ് ഉള്ള സ്ഥാപനമെങ്കിൽ MIT പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെ അതേ നിലവാരമുള്ള സ്റ്റുഡൻസൊക്കെ പലപ്പോഴും IIT IIMലുണ്ട്. കാരണം അത്രയേറെ കോമ്പറ്റീഷൻ കഴിഞ്ഞിട്ടാണ് അവിടേക്ക് അഡ്മിഷൻ കിട്ടുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ടാലൻറ്റ് ഓഫ് ദ ബ്രെയിനി ആയിട്ടുള്ള ഒത്തിരി പേര് ഈ വലിയ സ്ഥാപനങ്ങൾ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രം. പക്ഷേ ആസ് എ ഫെസിലിറ്റി, അവരുടെ നെറ്റ്വർക്ക്, അവരുടെ ഫെസിലിറ്റീസൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഈ വിദേശ യൂണിവേഴ്സിറ്റീസുകളിലാണ് മുന്നിൽ. അതുകൊണ്ട് തന്നെ IIT IIMൽ അഡ്മിഷൻ കിട്ടാത്തവർ ഇങ്ങനെയുള്ള വിദേശ സർവകലാശാലയിൽ വന്ന് പഠിച്ചു കഴിയുമ്പോൾ they'll ഗ്രോ 10 times ബിഗർ ദാൻ IIT IIM മെമ്പേഴ്സ്. എന്തായാലും അത് ഒരു ചവിട്ടുപടി മാത്രമാണ്. അവിടുന്ന് പ്രോപ്പർ എഡ്യൂക്കേഷൻ പിന്നെയും നമുക്ക് വിദേശ സർവകലാശാലയിൽ നിന്നാണ് പലർക്കും ലഭിക്കുക. അല്ലെങ്കിൽ വിദേശത്തെ സിലിക്കൺ വാലി പോലെയുള്ള കമ്പനികളിൽ നിന്ന് അവർക്ക് ഒരുപാട് അറിവുകൾ വർക്ക് ചെയ്യുന്നതിലൂടെ കിട്ടുന്ന ഒരു സംവിധാനമാണ്. നമ്മുടെ നാട്ടിലും ഇതുപോലുള്ള ഫെസിലിറ്റികൾ വരട്ടെ, കൂടുതൽ നല്ല ഇൻഡസ്ട്രി കൊളാബറേഷൻസ് വരട്ടെ, അതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ റാങ്കിങ് സിസ്റ്റം ഉയർത്താൻ നല്ലത്. അപ്പോൾ ആർക്കെങ്കിലും നാട്ടിലുള്ള സ്ഥാപനങ്ങൾക്കും റാങ്കിങ് ഒക്കെ മെച്ചപ്പെടുത്തണമെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ മാനേജ്മെൻറ്റിന് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അതുവഴി അവർക്കും കാര്യങ്ങൾ മനസ്സിലാക്കി ഇതിലേക്കൊക്കെ ഫോക്കസ്. ഓബ്വിയസ്ലി നല്ല സ്ഥാപനങ്ങൾക്ക് ഇതിനെപ്പറ്റിയൊക്കെ അറിയാം, പക്ഷെ പലപ്പോഴും സ്കോർസ് കയറാത്തത് ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ കൊണ്ടാണ്. VIT പോലെയുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ ഇതിലേക്ക് ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ റാങ്കിങ് മെച്ചപ്പെട്ട് വരുന്നത് നമുക്ക് കാണാം.
ഞാൻ പഠിച്ച സ്ഥാപനം ഉൾപ്പെടെ ഉള്ളവരൊക്കെ ഇത് കാണുന്നതും ഇതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്യുന്നത് കാണാൻ ഞാൻ കാത്തിരിക്കുകയാണ്. അങ്ങനെ മുന്നിലേക്ക് വരട്ടെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റവും. ഇപ്പം വിദേശ സർവകലാശാലകൾ ഇന്ത്യയിൽ ക്യാമ്പസ് വെക്കുന്നുണ്ട്. തീർച്ചയായും അവർ ഈ കാര്യങ്ങളെല്ലാം നോക്കും. അപ്പം ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ ചലഞ്ചിങ് എൻവയോൺമെൻറ്റ് ഫോർ നമ്മുടെ ലോക്കലിലുള്ള നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ, നമ്മുടെ ഹോം ഗ്രോൺ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ഈ QS റാങ്കിങ് സിസ്റ്റത്തെ പറ്റി പഠിക്കുകയും ഇതിൻ്റെ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ അവർക്കും റാങ്കിങ്ങിൽ മുന്നേറാൻ പറ്റും. എന്തായാലും നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായല്ലോ, QS റാങ്കിങ് സിസ്റ്റം വഴിയാണ് ഹോല വേൾഡ് ഒരു പ്രോഗ്രാം റെക്കമെൻഡ് ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്നുമാണ് ഈ വീഡിയോയിൽ പറഞ്ഞു തന്നത്. ഈ സീരീസിൽ വരുന്ന വീഡിയോസ് ഓരോ രാജ്യങ്ങളിലെയും, നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന രാജ്യങ്ങളായ ഓസ്ട്രേലിയ, UK, ന്യൂസിലാൻഡ്, അയർലൻഡ്, കാനഡ, ഈ രാജ്യങ്ങളുടെയൊക്കെ QS റാങ്കിങ് ബ്രേക്ക് ഡൗൺ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ടോപ്പ് ടയർ എന്താണ്, റൈസിംഗ് സ്റ്റാർസ് ആരൊക്കെയാണ്, ആൻഡ് ഹിഡൻ ജെംസ് ആരൊക്കെയാണ് എന്നുള്ള ഒരു സെഗ്മെൻറ്റേഷൻ വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് വീഡിയോ. ദിസ് ഇസ് ജസ്വിൻ സൈനിങ് ഔട്ട് ഫ്രം ഹോല വേൾഡ് യൂട്യൂബ് ചാനൽ.